ഭാരത സർക്കാർ നൽകുന്ന ഈ സരോവർ പുരസ്കാരം ആദരവോടെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിനെല്ലാം കാരണഭൂതനായ സർവേശ്വരനെ ഞാൻ മനസ്സാൽ നമിക്കുന്നു. തുടർന്നും ഞങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾ ഏവരുടെയും അറിവോടെ തുടരുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി കരുണ അർഹിക്കുന്ന വ്യക്തികളോ കുടുംബമോ സ്ഥാപനങ്ങളോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നിൽക്ക. കല്യാണിയെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വച്ചിട്ടുണ്ട്. പിന്നെ മേനോന്റെ കാര്യം, നീ ഏത് മാളത്തിൽ ഒളിപ്പിച്ചാലും പുറത്തു കൊണ്ടുവരാൻ മേനോന്റെ വീട്ടുകാരെ കൊണ്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പോവുക. കോടതി അന്വേഷണത്തിന് ഉത്തരവിടുമ്പോ നീ തീറ്റിപ്പോറ്റുന്ന പോലീസുകാർ തന്നെ മേനോനെ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. മേനോന്റെ കയ്യിലെ തെളിവുകൾ കിട്ടി സെക്കൻഡുകൾ വെച്ച് നിന്റെ അനിയത്തി ഗംഗയെ ഞാൻ തൃച്ചംബരത്ത് നിന്ന് പായിച്ചിരിക്കും. പിന്നെ അധികം വൈകാതെ തൃച്ചംബരം തകർക്കാൻ നിൽക്കുന്ന നിന്റെ പുലകുളി അടിയന്തരം നടത്തും ഞാൻ. വിളിച്ചോണ്ട് ഓടാ. മയങ്ങിക്കോ മയങ്ങിക്കോ, ഇവിടെ കിടന്ന് സുഖമായി മയങ്ങിക്കോ. നീ നിന്റെ അവസാനത്തെ ഉറക്കം ഉറങ്ങിക്കോ. നീ ഇവിടെ കിടന്ന് ചാകണം, അതെനിക്ക് കാണണം. എനിക്കത് കാണണം. അവളുടെ പെരുവിരൽ കൂട്ടിക്കെട്ടി നിലവിളക്കിന്റെ മുന്നിൽ കിടത്തുമ്പോ
ആ കിഴവൻ ദാസിന്റെ അലമുറയിട്ടുള്ള കരച്ചിൽ. സ്വന്തം രക്തത്തെ മറ്റുള്ളവർക്ക് വേണ്ടി നോവിക്കേണ്ടി വന്ന മനസ്സിന്റെ മുറിവ്, അതിന്റെ ആഴം, പക ഒക്കെ നിന്റെ വാക്കുകളിൽ എനിക്ക് കാണാം. ഈ മനസ്സിന് അല്പം കുളിര് പകരാൻ ശ്വാസം കിട്ടാതെ പിടയുന്ന കല്യാണിയുടെ മരണവെപ്രാളം സഹായിച്ചേക്കാം. നീ വാ, തത്സമയം കണ്ട് ആസ്വദിക്കുന്നീ. വാ. എങ്ങനെയുണ്ട്? സൂപ്പർ, സമ്മതിച്ചിരിക്കുന്നു. അയ്യോ ഗംഗേ, എന്താ ആന്റി? ആനന്ദ് വരുന്നേ. വാ. നീയൊക്കെ പെണ്ണാണോടി? പെണ്ണെന്ന് വിളിച്ച അത് പെൺവർഗത്തിന് എന്നെ അപമാനോ? നീയൊന്നും തോൽപ്പിച്ച തോൽക്കുന്നവളല്ല ഈ പ്രിയങ്ക. രച്ചമ്പരത്തെ ചുട്ട് ചാമ്പലാക്കി ഒരു പിടി ചാരം വാരി പറത്തണോ എനിക്ക്? മാഡം വല്ലാതെ കലിയിളയിരിക്കാണല്ലോ. മാഡം നിനക്കൊക്കെ ആ മേനോനിൽ നിന്ന് തെളിവുകൾ അടങ്ങി പെൻഡ്രൈവ് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല മാഡം, അവനത് പറയുന്നില്ല. അവൻ ഇനി അല്പപ്രാണനെ ബാക്കിയുള്ളൂ. ഏയ്, ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ നിനക്കൊക്കെ നാണോ ഇല്ലടാ? മാഡം, അയാള് പോലീസ് ബുദ്ധിയാ പ്രയോഗിക്കുന്നത്. എത്ര തല്ലിച്ചതച്ചിട്ടും അവൻ നമുക്ക് വേണ്ട ഉത്തരം തരുന്നില്ല. നീയൊക്കെ കൈയും കെട്ടി നിന്നാ അവനങ്ങ് കുമ്പസാരിക്കുമെന്ന് വിചാരിച്ചോ? നോട്ടോറിയസ് ഗുണ്ടകളാണത്ര. മാഡം അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അവന്റെ ആയുസിന്റെ നീളം പോലെ ഇനി ഏത് നിമിഷവും ഞാൻ അവിടെ എത്തും. അവിടെ തീരുമാനിക്കാം കൊല്ലണോ വേണ്ടയോന്ന്. മാഡം അല്ല മാഡം, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ ബന്ധങ്ങൾ അന്വേഷിച്ചിടത്തോളം അവരുമായി ഒരു ശത്രുതയ്ക്ക് പോകാതിരിക്കുന്നതാ ബുദ്ധി. നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയാണല്ലോ. എന്നോട് കാശ് വാങ്ങിച്ചിട്ട് അഖിലയ്ക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്നോ? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? വെട്ടി ജയിച്ച് മുന്നേറാൻ അറിയാവുന്ന നാഗമഠത്തെ പ്രിയങ്ക. അംഗത്തിനിറങ്ങിയ ആ പടനിലത്തിട്ട് ശത്രുവിന്റെ തല അറുത്തിട്ട് പ്രിയങ്ക തിരിച്ചു പോരൂ. ഒന്ന് തോറ്റാ 9 വട്ടം ജയിക്കാൻ അറിയാം പ്രിയങ്കയ്ക്ക്. എന്റെ മുന്നിൽ നിന്ന് പോയി ആ മേനോനിൽ നിന്ന് ആ പെൻഡ്രൈവ് എവിടെയാണെന്ന് ചോദിച്ചറിയാൻ നോക്ക. ശരി മാഡം. ശരി മാഡം. അംഗത്തിനിറങ്ങുവോ? അല്ല പ്രിയങ്ക, എന്ത് വന്നാലും ഞാൻ തന്നെ
നീ ഏതായാലും തൃച്ചംബരത്തേക്ക് ചെല്ല്. ഒരു കുറ്റബോധവും വേണ്ട. നിന്റെ കുറ്റബോധം അഖിലയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകിയെന്ന് വരും. അതിനിട നൽകാതെ സന്തോഷമായിട്ട് ചെല്ല്. ചെല്ല്. അനിയൻകുട്ട, ചേച്ചിക്ക് സ്നേഹം അളക്കുന്ന വിദ്യയൊന്നും അറിയില്ല. അതുകൊണ്ട് വലിയ കുഞ്ഞിനോടാണോ അച്ഛനോടാണോ സ്നേഹം കൂടുതലെന്ന് ചോദിച്ച ഒരു വിങ്ങല് മാത്രമായിരിക്കും എന്റെ ഉള്ളില്. ചേച്ചി കരയല്ലേ? നീ കേട്ടില്ലേ അച്ഛൻ പറയണേ? വലിയ കുഞ്ഞിനോടടുത്താ എന്റെ ജീവന് പോലും ആപത്താണത്രേ. നിനക്കറിയോ, വലിയ കുഞ്ഞിൽ നിന്ന് അകലുന്ന ആ നിമിഷം ചേച്ചിയുടെ ശരീരത്തിൽ ശേഷിക്കുന്ന ജീവശ്വാസം പോലും ഉണ്ടാവില്ല. ചേച്ചി വെറുതെ സങ്കടപ്പെടരുത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആരും അറിയാതെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയതാ വലിയ കുഞ്ഞ്. അങ്ങനെയുള്ള വലിയ കുഞ്ഞിന് ചേച്ചി സ്വന്തമാക്കാനും അറിയാം. എനിക്ക് ഉറപ്പാത്. അങ്ങനെയുള്ളപ്പോ ചേച്ചി സങ്കടപ്പെടരുത്. ചേച്ചി അല്പനേരം കണ്ണടച്ച് കിടക്ക്. ഹലോ. എന്താ ഫോൺ എടുക്കാൻ ഇത്ര സമയമാണോ നിനക്ക്? ഞാൻ ഉറക്കമായിരുന്നു. എന്തിനാ നിങ്ങൾ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത്? നീ ഉറക്കമായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. പ്രിയങ്കയുടെ വീട്ടിൽ പോയിട്ടുള്ള വരവല്ലേ? അതും വന്ന് അകത്തേക്ക് കയറിയിട്ട് പോലുമില്ല. നിങ്ങൾ എവിടെയാ? ഞാൻ നിന്റെ നിഴൽ ദൂരത്തുണ്ട്, പക്ഷെ കാണാമറയത്താണെന്ന് മാത്രം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ എന്തിനാ എന്നെ ടോർച്ചർ ചെയ്യുന്നേ? നീയും വിലാസിനിയും ചേർന്ന ആ പാവം കല്യാണിയോട് കാണിക്കുന്ന ടോർച്ചറോളം വരില്ല ഞാൻ നിന്നോട് കാണിക്കുന്നത്. വിലാസിനിയുമായി ചേർന്ന് കല്യാണിയെ കൊല്ലാൻ നോക്കിയത് എനിക്കറിയില്ലെന്ന് വിചാരിച്ചോ നീ? അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്താ അഖിലാണ്ടേശ്വരിക്ക് അയച്ചു കൊടുക്കട്ടെ? അത് അയ്യോ വേണ്ട. നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെന്ന് പറ, ഞാൻ തരാം. എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട. നീ 4-5 സ്റ്റെപ്പ് മുന്നോട്ട് നടക്ക. ഇപ്പം നിൽക്കുന്നിടത്ത് നിന്നും അല്പം കൂടി ലെഫ്റ്റിലേക്ക് നടക്ക. നിൽക്ക്, താഴേക്ക് നോക്ക്. താഴെ ഒരു സിഗരറ്റ് അണയാതെ കിടക്കുന്നില്ലേ? സിഗരറ്റ് അണയാതെ കത്തിയെറിയുന്നുണ്ട്. ആ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കയ്യിലെടുക്ക. വെറുതെ എന്നെ തിരയാൻ നിൽക്കേണ്ട ഗംഗെ, എന്നെ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ. ഹായ് ബ്രോ. ഹായ് ബ്രോ. ആ, 2 എണ്ണം എത്തിയല്ലോ. അതെ, ഞങ്ങള് റെഡിയാ. ഇനി ബ്രോയും കൂടി റെഡിയായാ നമുക്ക് വേഗം പോവാം. അതെ, ഇത് വെയർ ഹൗസിന്റെ കോൺക്രീറ്റ് ആണെന്നറിയാലോ. പെട്ടെന്ന് റെഡിയാവും മച്ചു. നിങ്ങൾ വയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. നീ എന്താ ഈ പറയുന്നേ? എനിക്ക് തിരിച്ചു വന്ന് 10 മണിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. അതിനെന്താ, നിങ്ങൾ ആ കോൺട്രാക്ടറെ കാണുമ്പോഴേക്കും ഞാനങ്ങ് എത്താം. അതിനെ പോകുമ്പോ ദാസേട്ടനെയും കൂട്ടിക്കോ. ദാസേട്ടനെ കൂട്ടുന്ന എന്തിനാ? ഞങ്ങൾക്കൊക്കെ ഡ്രൈവിംഗ് അറിയാലോ. എന്താ എന്റെ സുബ്ബണ്ണ, ബ്രോയോട് വെറുതെ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നേ? ബ്രോ പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം അല്ലേ? എന്തിനാണ് ദാസേട്ടനെ വിളിച്ചോണ്ട് പോകുന്നേ? എന്താ എന്റെ സുബ്ബണ്ണ ഇത്? നിങ്ങൾ ബ്രോയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ? അയ്യയ്യയ്യേ, എന്റെ ബ്രോ എന്തേലും ഒരു തീരുമാനം പറഞ്ഞാലേ അതിനൊരു കാരണം കാണും അല്ലേ ബ്രോ? എന്ത് കാരണം? അയ്യയ്യേ, കഷ്ടം. ബ്രോ ഇന്നൊരു ഡിവോഴ്സ് ചെയ്തത് ബ്രോയുടെ ചങ്കാന്ന് പറഞ്ഞ നടന്നിട്ടേ ഇതൊന്നും മനസ്സിലാവില്ലെന്ന് വെച്ചാ ഭയങ്കര കഷ്ടം തന്നെ എന്റെ സുബ്ബണ്ണ. ഓ അങ്ങനെ
എടാ കള്ള കാമുക, എനിക്കത് കത്തിയില്ല. ഇപ്പൊ കത്തിയല്ലോ, ഇനി വേഗം പോവാൻ നോക്ക്. അപ്പോ നിന്റെ മാർഗ തടസ്സത്തെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഉടനെ യാത്രയാകുന്നു വച്ചു. ആ, വാ രവിന്ദേ. ആമേൻ. അപ്പൊ ബ്രോ പോയിട്ട് വരാം. ഏട്ടത്തമ്മയോടെ ഈ ഉള്ളവന്റെ അന്വേഷണം പറയണേ. നീ അങ്ങോട്ടല്ലേ പോകുന്നത്, തന്നെത്താനങ്ങ് അറിയിച്ചാ മതി. അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ തന്നെ പറക്കാം. ശരി. നീ പോടാ. അവന്റെ ഒരു ചോദ്യം. ഈ കല്യാണി വലിയ കുഞ്ഞിനെ അല്ലാണ്ട് വേറെ ആരെ സ്വപ്നം കാണാനാടാ? അത്രയ്ക്ക് ഇഷ്ടമാണോ ചേച്ചിക്ക് വല്യുഞ്ഞിനെ? അത് എത്രയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിലും ഇഷ്ടമാണ് എനിക്ക് വലിയ കുഞ്ഞിനെ. നീ ചോദിച്ചില്ലേ വല്യുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടാണോന്ന്? വല്യുഞ്ഞില്ലാതെ ഈ കല്യാണിയില്ല. എന്റെ പ്രാണനാ. അയ്യോ, വല്യൂഞ്ഞോ? വല്യൂഞ്ഞ് എപ്പോഴാ വന്നേ? നീതാ ചായ വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വന്നു. അപ്പോ അനിയൻകുട്ടനോട് പറഞ്ഞതൊക്കെ കേട്ടല്ലേ? ചേച്ചി ഓൺലൈൻ ക്ലാസ്സാ, അത് റേഞ്ച് ഇല്ല. ഞാൻ പുറത്തിരുന്ന് പഠിക്കട്ടെ. ആ, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ചായ കുടിച്ചോ. നല്ല ചൂട് ചായ. കുടിക്ക്. എങ്ങനുണ്ട്? ഗുഡ് മോർണിംഗ് ഗംഗ. എനിക്കൊരു ഗുഡ് മോർണിംഗും ഇല്ല. ഞാൻ ആകെ ടെൻഷനില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇന്നലെ ആ പാർട്ടിക്കിടയിൽ ആ അടുക്കളക്കാരി നമ്മളെ കൊല്ലാൻ ശ്രമിച്ച സംഭവം, അതെങ്ങാനും അഖിലാന്റി അറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ അറിയാലോ. ഓർക്കുമ്പോ ഒരു പെടച്ചിലോ. ഗംഗേ, അതൊന്നും ഓർത്ത് മനസ്സ് പുണ്ണാക്കണ്ട. അഥവാ കല്യാണിക്ക് ആപത്തുണ്ടായത് അഖിലാണ്ടേശ്വരി അറിഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്കിപ്പോ എന്താ പ്രശ്നം? എന്താ ആന്റി പറയുന്നത്? കല്യാണി നമ്മളെ കൊല്ലാൻ ശ്രമിച്ചെന്നെങ്ങാനും അഖിലാന്റി അറിഞ്ഞ അഖിലാന്റി വെറുതെ ഇരിക്കും? അതെ, ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവളെ കൊല്ലാൻ നോക്കി, മുൻകൈ എടുത്തത് ഞാൻ. പക്ഷേ ഇക്കാര്യം നമ്മളാ ചെയ്തെന്ന് വല്ല തെളിവുണ്ടോ? സാക്ഷികളുണ്ടോ? അഖിലയുടെ കോടതിയിൽ തെളിവുകളും സാക്ഷികളും വേണം. അതൊന്നും ഇല്ലാത്തടത്തോളം നമ്മൾ ആരെ പേടിക്കാൻ? എന്താ ആന്റി, കല്യാണി ആന്റിയുടെ പേര് പറഞ്ഞ അത് പോരെ തെളിവ്? ആ, ആര്? അവളോ? ഗംഗേ, ഡ്രൈവർ ദാസിന്റെ രക്തോ കല്യാണി.
തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന കൊലയാളിക്ക് പോലും ശിക്ഷ കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാസിന്റെ രക്തം. അവള് ചത്താ പോലും എന്റെ പേര് വിളിച്ചു പറയില്ല. അതാ കല്യാണി. ദേ, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതെ, കിട്ടിയ സമയത്ത് അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമേട്ടന്റെയും മനസ്സിൽ സ്ഥാനം പിടിക്കാൻ നോക്ക്. ആന്റി, അത് പിന്നെ എന്തത്? പോയി ബെഡ് കോഫി ഉണ്ടാക്കി കൊടുത്ത് മാതൃകാ മരുമകളാകാൻ നോക്ക്. ചെല്ല്. ശരി ആന്റി. ചെല്ല്. ഹലോ ആനന്ദ്. ആ സർ. ആ അമ്മ അടുത്തുണ്ട്. അമ്മയ്ക്കൊന്ന് സംസാരിക്കണം. ആ ശരി, കൊടുക്ക. ആ ഒരു മിനിറ്റ്. ഇതാമേ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ആദ്യമേ തന്നെ ഒരു സോറി പറയട്ടെ. അത്യാവശ്യമായ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിക്ക് പോകേണ്ടി വന്നു. പാർട്ടിയൊക്കെ ഗംഭീരമായിരുന്നു എന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഗംഭീരമായിരുന്നു. പക്ഷേ പാർട്ടി കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമുണ്ടായി. മർഡർ അറ്റംപ്റ്റ്. വാട്ട്? മാഡത്തിന്റെ പാർട്ടിയിൽ മർഡർ അറ്റംപ്റ്റോ? അതെ സർ. ഞാനിങ്ങ് പോന്നതിന് ശേഷമാണ് സംഭവം. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. പ്രതി ആരായാലും കണ്ടെത്തിയിരിക്കണം. ഈശ്വര, എന്നെ മാത്രം കാത്തോളേ. ഓക്കെ മാഡം, ഞാൻ ഇപ്പോ തന്നെ അന്വേഷണം ആരംഭിക്കാൻ ഓർഡർ കൊടുക്കാം. യു ഡോണ്ട് വറി. ഇതിന്റെ ഒഫീഷ്യൽ കംപ്ലൈന്റായി കരുതി കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം സർ. ഓക്കെ മാഡം, 1 മണിക്കൂറിനുള്ളിൽ പ്രതിയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. ഷുവർ. കേരള പോലീസ് എനി ടൈം അലർട്ടാണ് മാഡം. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഒരു മണിക്കൂറിനകം പ്രതി ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന SP പറഞ്ഞത്. Just wait. Just wait and see. അപ്പൊ ആന്റി ജയിലിൽ പോവല്ലേ? ജയന്തി, അല്ല, ഞാൻ പറഞ്ഞത് പോലീസുകാര് വന്നാ അവര് പിടിച്ച് ചോദ്യം ചെയ്യും. സത്യം തെളിഞ്ഞാ അവരെ അറസ്റ്റ് ചെയ്യും, തല്ലും, ലോക്കപ്പിലിടും. ആന്റി ജയിലിൽ കിടക്കുന്ന ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടമാ. അതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ. പിന്നെ ജയിലിലേക്ക് ചെല്ലുമ്പോ ഒരു നടയടി ഉണ്ട് ആന്റി. അത് കിട്ടിയാ പിന്നെ മര്യാദക്ക് നടന്നോളൂ. പിന്നെ അവർ തല്ലില്ല. നീ എന്താ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുകയാണോ? ഒന്നാമത് ഉള്ളിൽ തീയ, അതിന്റെ കൂടെ അവളുടെ വക ഒരു വിവരണവും. കേട്ടിട്ട് ഞാൻ അട്ടിമുടി വിറയ്ക്കുക. അല്ല ആന്റി, പോലീസ് വന്ന ആകെ കുഴപ്പാവല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു പോയതാ. അഖിലാന്റി ലോക്കൽ പോലീസിനാണല്ലോ പെറ്റീഷൻ കൊടുത്തതെന്ന് ഓർത്ത് സമാധാനപ്പെട്ടിരിക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് DYSP വിളിച്ച് 1 മണിക്കൂറിനകം കുറ്റവാളിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞത്. എനിക്ക് പേടി ആന്റി, അതുകൊണ്ടല്ലേ. ആന്റി, ജയന്തി പറഞ്ഞതിലും കാര്യമുണ്ട് ആന്റി. പോലീസ് വന്ന പ്രശ്നം അവര് ചോദ്യം ചെയ്ത് നമ്മളെ കൊണ്ട് സത്യം പറയിപ്പിക്കും.
വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ സർ. നിന്നെ രക്ഷിച്ച് ഞാൻ നാണം കെട്ടു. ഇനി നിനക്ക് മാപ്പ് തരില്ല. നീ ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ട് വാ, അപ്പോഴേ നിനക്ക് നല്ല ബുദ്ധി വരൂ. അയ്യോ ചേച്ചി, ചേച്ചി എന്നെ കൈവിടരുത്. ചേച്ചി കൈവിട്ട പിന്നെ എനിക്ക് ആരുമില്ല. എന്നെ രക്ഷിക്കണം പ്ലീസ്. സാധ്യമല്ല. ഇനി ഒരിക്കലും ഞാൻ നിനക്ക് മാപ്പ് തരില്ല. ചേച്ചി, ചേച്ചി പോവില്ലേ? ചേച്ചി, ചേച്ചി എന്നെ കൊണ്ടുപോകരുതെന്ന് പറ. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഞാൻ ചേച്ചിയുടെ അവരെ അറസ്റ്റ് ചെയ്യൂ. പ്ലീസ് പ്ലീസ്. ഇങ്ങോട്ട് വരൂ. വരാൻ. ചേച്ചി, ചേച്ചി പറ. ചേച്ചി പറ. എന്നെ കൊണ്ടുപോകരുത്. മിസ്റ്റർ ഓഫീസർ, ഇങ്ങനെയാണോ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇവളെ വിലങ്ങ് വെച്ച് വേണം കൊണ്ടുപോകാൻ. തൃച്ചംബരത്തിന് ഞാൻ കാരണം ഒരു അപമാനം ഉണ്ടാവാൻ പാടില്ല. കല്യാണി, അങ്ങോട്ട് നടക്കടി. ആന്റി, ആന്റി. മാഡം. എന്താ? വേണ്ട, മാഡത്തിനെ അറസ്റ്റ് ചെയ്യരുത്. ദേവി ഇത് മാഡത്തിനെ കൊണ്ടുപോകരുത്. അത് മാഡത്തിനൊരു അബദ്ധം പറ്റിയതാ. ദേവി ഇത് വിട്ടയക്കണം. ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. സർ, ഒന്ന് വിട്ടയക്കാൻ പറയൂ സർ. പ്ലീസ് സർ. കല്യാണി, കല്യാണി, നീ എന്തായി കാണിക്കുന്നേ? നിന്റെ ഈ സ്വഭാവം കൊണ്ടാ ഇവളെന്ത് ചെയ്തിട്ടും അത് ഇതുവരെ പുറത്തു വരാതിരുന്നത്. മല്ലുഞ്ഞെ, അരുത് മാഡം. ഞാൻ കാലിൽ വീണ് അപേക്ഷിക്കാം. വിലാസിനെ മാഡത്തിന് ജയിലിലേക്ക് വിടരുത്. മാഡം, വിലാസിനെ മാഡത്തിന് ജയിലിലേക്ക് വിടരുത്. മാഡത്തിന് ഇനിയും മാറ്റം വരും. ഒന്ന് ക്ഷമിച്ചൂടെ? കല്യാണി, എന്താ ഇത്? എഴുന്നേക്ക്. കല്യാണി, നീ എന്തായി കാണിക്കുന്നേ?
അമ്മയുടെ കാൽക്കൽ നിന്ന് എഴുന്നേക്ക്. ഇല്ല, മാഡം ഇക്കാര്യം പറയട്ടെ, എന്നിട്ട് ഞാൻ എഴുന്നേക്കൂ. കല്യാണി, നീ മാഡത്തിന്റെ കാലിൽ നിന്ന് വിടുക. ഇല്ല, അവരോട് പറയും മാഡം. ശരി, ഞാൻ പറയാം. എഴുന്നേക്ക്. കല്യാണി, നീ ഇങ്ങനെ ചിന്തിക്കുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം നീ നിൽക്കുന്ന ദാസേട്ടന്റെ മകളാ. പൊറുക്കാനേ അറിയൂ, വെറുക്കാൻ അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ തെളിവുകൾ അടങ്ങിയ പെൻഡ്രൈവ് അവനോട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നാളെ ഒരു ശ്രമം കൂടി നടത്തും. ഇനിയും അതിനവൻ വഴങ്ങിയില്ലെങ്കിൽ അവനെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. പ്രിയങ്കെ, ആ തെളിവുകൾ ഒരിക്കൽ കൂടി മേനോൻ ആനന്ദിനെ കൈമാറിയാൽ അതോടെ എല്ലാം അവസാനിക്കും. അതെ, അങ്ങനൊരു അപകടം കൂടിയുണ്ട്. അത്ര മണ്ടിയൊന്നും അല്ല ഈ പ്രിയങ്ക. എനിക്ക് കിട്ടാത്ത പ്രയോജനം മേനോനെ കൊണ്ട് ഒരുത്തനും കിട്ടാൻ പോകുന്നില്ല. ആനന്ദിനും മേനോനെ കൊണ്ട് ഒരു പ്രയോജനവും കിട്ടാത്ത രീതിയിൽ ഞാൻ അവനെ ഒഴിവാക്കും. ആ ഫംഗ്ഷനിൽ വെച്ച് അടുക്കളക്കാരിയെ ഇല്ലാതാക്കാൻ നോക്കിയതിന്റെ പക അഖില എന്നോട് നന്നായി തീർത്തു. ജയിലിൽ പോകാതിരിക്കാൻ ആ അടുക്കളക്കാരിയുടെ കാലുവരെ പിടിക്കേണ്ടി വന്നു എനിക്ക്. എന്റെ ചങ്കിന്റെ നീറ്റൽ അടങ്ങണമെങ്കിൽ എനിക്ക് നീട്ടിയ കൈ വിലങ്ങ് അഖിലയുടെ കയ്യിൽ വീണ് കാണണം എനിക്ക്. ഗുഡ്. അതെ ആന്റി. ആന്റിയോട് ചെയ്തതിനൊക്കെ ആന്റി പകരം വീട്ടണം. വെറുതെ വിടരുത്. തന്ത്രങ്ങളുമായി ഒരു തേരാളിയെ പോലെ ഞാനുണ്ടാവും കൂടെ. ഒരു എന്താ, പേടിച്ചു പോയോ? മാഡം, അയ്യോ, അങ്ങനെയൊന്നും വിളിച്ചേക്കല്ലേ. ഞാൻ വേണമല്ലോ ഇനി അങ്ങനെയൊക്കെ വിളിക്കാൻ. ഇന്ന് ഇവിടുത്തെ ദയാ കടാക്ഷ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നാനുള്ളതായിരുന്നു ഞാൻ. ആ ഉപകാര സ്മരണ മറക്കാൻ പറ്റുമോ? ആ, നീ എന്താ നോക്കുന്നേ? ഓ, ആ സ്മരണയിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഈ മുതുപാതിരാക്കി നന്ദി അറിയിക്കാൻ ഞാൻ വന്നതാണെന്ന് കരുതിയോ നീ? എങ്കിലേ നിനക്ക് തെറ്റി. ആ, നീ അകത്തോട്ട് നോക്കണ്ട, നിന്റെ തന്തപ്പിടി വന്നിട്ടുണ്ട്. മോളെ, ചായ ഇട്, അച്ഛനൊന്ന് കുളിച്ചിട്ട് വരാന്നും പറഞ്ഞ് കുളിക്കാൻ കേറിയിരിക്കുക. മോളെ അടുക്കളയിൽ എന്തോ ജോലിയിലാണെന്ന് കരുതിയിരിക്കുക പാവം. വിശ്വാസം അയാൾക്കറിയില്ലല്ലോ മകള് നിലാവിലും മരം ചുറ്റി പ്രണയിക്കുകയായിരുന്നു. എടീ, അടുക്കളക്കാരി കൊച്ചു മുതലാളിയെ പ്രണയിച്ച് കെട്ടുന്നതൊക്കെ അങ്ങ് സിനിമയില്. ആ, ഏതായാലും വന്നതല്ലേ, കണ്ട കാര്യം ചൂടോടെ നിന്റെ അച്ഛനെ അറിയിച്ചിട്ട് പോകാന്ന് കരുതി. പിന്നെ ഇതുവരെ നിന്നോട് പറയാതെ ഞാൻ ചിലതൊക്കെ ചെയ്തത്. ഇത് നിന്നോട് പറഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ച കാത്തു നിന്നത്. മാഡം, അച്ഛനോട് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കരുത്. അയ്യോ, ആവശ്യമില്ലാത്തതൊക്കെ നിനക്ക് കാണിക്കാം, പറയുന്നതാ കുറ്റം. മാറടി. മാഡം, എന്റെ ആവശ്യം
അനാവശ്യമായിട്ട് തോന്നുന്നത് മാഡത്തിനാ. പ്രണയിക്കുന്നവരുടെ മനസ്സും ചിന്തയും എപ്പോഴും ഒരുപോലെയായിരിക്കും. നിന്റെ ഈ മനസ്സിൽ തോന്നുന്നത് എന്റെ മനസ്സിലും പ്രതിഫലിക്കും കല്യാണി. വല്യുഞ്ഞു പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ശരി, മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെങ്കിലും ഇപ്പോഴും നമ്മള് പ്രണയ ജോഡികളായിട്ടല്ലേ ജീവിക്കുന്നത്. നല്ല പ്രണയം ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ഓർമ്മകൾ പങ്കിടാനും ശാസിക്കാനും സഹായിക്കാനും സ്വതന്ത്രമായി പെരുമാറാനും എന്തും പരസ്പരം പറയാനും പറ്റുന്ന പ്രണയമില്ലെങ്കിൽ ജീവിതം തന്നെ വരണ്ടുപോകും. ഇപ്പോ നീ മറച്ചു വെച്ച കള്ളം ഞാൻ പറയട്ടെ. നിനക്ക് വീട്ടിൽ വിശ്രമിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നൊരു തോന്നല്. അതിന് തൃച്ചംബരത്ത് വന്നല്ലേ പറ്റൂ. എന്താ ശരിയല്ലേ? ഓ പിന്നെ അതിനെ എന്റെ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചാ മതി. ആഹാ, അത് കൊള്ളാലോ. ഞാൻ പോട്ടെ. ഏയ്, കല്യാണി, നിന്റെ കാലിന്റെ വേദന മുഴുവൻ മാറിയോ? മാറി. നല്ല ക്ഷീണമുണ്ട് എന്റെ കെട്ടികളുടെ മുഖത്ത്. അവനൊക്കെ ചേർന്ന് അഖിലയോട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന് പറഞ്ഞതിന്റെ പിന്നിൽ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. പക്ഷേ അത് അടുക്കളക്കാരിയുമായി ചേർന്ന ആൽബം പിടിക്കലാണെന്ന് കരുതിയില്ല. അതെ ഗംഗ, ഇത് ആനന്ദേട്ടനും കല്യാണിയും കൂടി പ്ലാൻ ചെയ്തതാ, നിന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ. ഇത് അവരുടെ റിസപ്ഷൻ ആണെന്ന് പറഞ്ഞത് ഞാൻ ആന്റിയോട് പറഞ്ഞതല്ലേ? നീ പറഞ്ഞെങ്കിലും ഞാനത് അത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചില്ല. അവൾ അവനോട് ഒട്ടിച്ചേർന്ന് നിന്നത് കണ്ടില്ലേ? ആ ബ്ലാക്ക് മെയിലർ ഫോൺ ചെയ്തോണ്ടല്ലേ ആന്റി, അല്ലെങ്കിൽ ഞാൻ ആനന്ദിന്റെ അരികിൽ തന്നെ നിൽക്കുമായിരുന്നു. അത് തന്നെയാ ഗംഗ ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ആ അജ്ഞാതനായ ബ്ലാക്ക് മെയിലറുടെ പിന്നില് ആനന്ദ് തന്നെയായിരിക്കും. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതെയില്ല. ഏതായാലും ആനന്ദ് ഫോട്ടോ കാണിച്ച് നിന്നെ വെല്ലുവിളിച്ചല്ലോ. ഇപ്പൊ നിന്റെ മനസമാധാനം നഷ്ടപ്പെട്ടതുപോലെ അവന്റെ മനസമാധാനവും നഷ്ടപ്പെടണം. അതെങ്ങനെയാണെന്നല്ലേ? വീണ്ടും നീയും ആനന്ദും തമ്മിലുള്ള കല്യാണ ഒരുക്കങ്ങൾ അഖില തുടങ്ങണം. അയ്യോ, ഐഡിയ സൂപ്പർ. പക്ഷേ അഖിലാണ്ടി കല്യാണക്കാരി മറന്ന ലക്ഷണമാ. മറന്നോട്ടെ, മറന്നാൽ അത് ഓർമ്മപ്പെടുത്തണം. ആര് ചെയ്യും? അതാന്റി പറയൂ. നീയോ ഞാനോ അല്ല. പിന്നെ? അയ്യോ ആന്റി, എനിക്ക് വയ്യോട്ടോ. ഈ കല്യാണക്കാര്യം അഖിലയോട് ചോദിക്കാൻ അവകാശമുള്ളവർ വരണം. ആന്റി ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെ. നിന്റെ അച്ഛനും അമ്മയും വീണ്ടും ഇവിടെ വരണം. ഏർപ്പാട് ചെയ്യാനുള്ള കാര്യം നോക്ക്. അവര് വന്ന് ചോദിക്കട്ടെ. അവരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി അഖില കൊടുത്തേ പറ്റൂ. മേനോൻ സാർ പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ. വാ.
എന്തു പറ്റി സർ? സർ, പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് സാർ എങ്ങനെ രക്ഷപ്പെട്ടത്? സർ, എന്തു പറ്റി? സർ, എന്താ ഒന്നും മിണ്ടാത്തെ? പറയൂ സർ, എന്താ പറ്റിയത്? മേനോൻ സാർ, സർ എന്തെങ്കിലും ഒന്ന് പറയൂ സർ. അവള് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്ത് മേനോൻ സാറിന്റെ ബോധം തകർത്തു എന്നൊരു സംശയമുണ്ട്. മേനോൻ സാർ, ഇങ്ങോട്ട് നോക്കൂ, എന്നെ നോക്കൂ. ഞാൻ സുബ്രു, ഇത് ആനന്ദ്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ തേടി നടക്കുമായിരുന്നു. എന്റെ പേര് മേനോൻ എന്നാണ്. നിങ്ങൾക്ക് എന്നെ അറിയൂ? ആനന്ദ്, എന്താ ഇദ്ദേഹം പറയുന്നത്? നീ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് സ്വബോധം ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആനന്ദ് കല്യാണിയും വീൽ ചെയറിൽ വെച്ച് ചേച്ചിയുടെ മുമ്പിലേക്ക് തള്ളിക്കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജോത്സ്യം പറഞ്ഞത് ചേച്ചി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുമെന്നായിരുന്നെങ്കിൽ ആനന്ദിന്റെയും കല്യാണിയുടെയും ജാതക കാര്യവും ആ ജോത്സ്യൻ പറഞ്ഞത് ശരിയായിരിക്കില്ലേ? കൃത്യം 8:30 ഇവിടെ എന്തോ സംഭവിക്കുമെന്നായിരുന്നല്ലോ അയാളുടെ പ്രവചനം. ഫലത്തിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായില്ല. പിന്നെ ആ ലാമ്പ് ചേച്ചിയുടെ തലയ്ക്ക് നേരെയല്ലേ വന്നത്? ആ ജോത്സ്യൻ എഴുതിയത് ഒരു പക്ഷേ അതായിരുന്നെങ്കിലോ? ഞാൻ ആ കുറിപ്പ് മാറ്റിയത് ഇവൾ അറിഞ്ഞ മട്ടിലാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ചേച്ചി ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയേ. സത്യമല്ലേ? ഇവരോട് ഞാൻ സംസാരിക്കാം. ഈ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് കിട്ടുന്ന മര്യാദയുടെ ഒരു 10% നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങളുടെ ഈ ദുസ്വഭാവം കൊണ്ടാണ്. മറ്റുള്ളവരുടെ ഇല്ലാത്ത കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഏത് നിമിഷവും കല്യാണിയോടുള്ള പക, എന്നോടുള്ള വൈരാഗ്യം, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്യുന്ന ഈ മഹാപാപമൊക്കെ നിങ്ങളുടെ മക്കളുടെ തലയിലാ വന്ന് വീഴുന്നത്. നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളുടെ ശല്യം സഹിക്കാതെ ജീവനും കൊണ്ട് ഓടിയിരിക്കുക എന്റെ ഇളയച്ചൻ അന്യരാജ്യത്തേക്ക്. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി എന്നെയും കല്യാണിയെ ബന്ധപ്പെടുത്തി ഇനിയും അമ്മയുടെ സ്വസ്ഥത നശിപ്പിക്കാൻ ശ്രമിച്ച ഇളയമ്മയാണെന്ന സ്ഥാനമൊക്കെ ഞാനങ്ങ് മറന്നുകളയും. ഓർമ്മയിരിക്കട്ടെ. കൺമുന്നിൽ ഇങ്ങനെ ഒരു മഹാശാപം പോലെ നിൽക്കാതെ ഒന്ന് പോയി തന്നൂടെ? അഖില, എനിക്ക് സംസാരിക്കാനാവുന്നില്ല കൃഷ്ണേട്ടാ. എന്റെ മകൻ എന്നോട് ധിക്കരിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്കിത് സ്വപ്നത്തിൽ സംഭവിച്ചാൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്കിതൊന്നും താങ്ങാനും പറ്റുന്നില്ല. അത്ര പ്രിയപ്പെട്ടവനാ എനിക്കെന്റെ മകൻ. അവൻ ധിക്കരിച്ചതല്ല അഖില. ആ സിറ്റുവേഷൻ അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്നേ ഉള്ളൂ. ജീവിത ബന്ധങ്ങൾ പുള്ളിയുടെ തോട് പോലെ എന്നാ പറയാറ്. ഇളക്കി ഇളക്കി വന്നു കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴേക്കും കണ്ണു നിറഞ്ഞിരിക്കും. അമ്മയോടൊരു വാക്കുകൊണ്ടാണെങ്കിലും എതിർത്ത് സംസാരിച്ചത് എനിക്കൊരു തീരാവേദനയാണ്. ആ വേദന മാറ്റാനും അമ്മ നിന്നെ മരുമകളായി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കാനാ ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. വല്യുഞ്ഞിന്റെ പ്രാർത്ഥന ദൈവം ഉറപ്പായിട്ടും കേൾക്കും. വരൂ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. നിന്നെയും എന്നെയും ഒരുമിച്ച് ചേർത്ത് ദൈവത്തോട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച അതിനുള്ള ഫലം കിട്ടും കല്യാണി. വാ.
വലിയ അഖില മാഡം, ഈശ്വര, നമ്മൾ രണ്ടുപേരെ ഇപ്പൊ കണ്ട. അമ്മ ക്ഷേത്രത്തിലേക്ക് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ശരി, നമുക്ക് തിരിച്ചു പോവാം. തൊഴാൻ വന്നിട്ട് തൊഴാണ്ട് തിരിച്ചു പോണത് ശരിയല്ല. ദൈവകോപം ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്താലോ? മാഡത്തിന്റെ കണ്ണിപ്പെടാതെ മാറി നിൽക്കാം. മാഡം പ്രാർത്ഥിച്ചു പോയതിനു ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, നീ വാ. അങ്ങോട്ട്. ഇവിടെ പരിഹാരമില്ലാത്ത ഒന്നും തന്നെയില്ല. വലിയ മാഡം കരയാണെങ്കിൽ എത്രയേറെ വേദനിച്ചിട്ടായിരിക്കും. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല വലിയ. ഞാനും എന്റെ മകൻ ആനന്ദും തമ്മിൽ എന്തോ ഒരു ചെറിയ അകൽച്ച വന്നു എന്നൊരു തോന്നൽ. അങ്ങനെ ഒരു അകൽച്ച വന്നാൽ അതെനിക്കൊരിക്കലും സഹിക്കാനാവില്ല തിരുമേനി. വല്യുവിനെ ഓർത്തുള്ള സങ്കടം അത്. മാഡത്തിനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനും എന്റെ മകനും തമ്മിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാതെ അതൊഴിവാക്കി തരണേന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മയും മകനും അങ്ങനെ വേർപിരിയുന്ന ബന്ധമല്ലെന്ന് ഈ കണ്ണീർ കണങ്ങൾ വിളിച്ചോതുന്നു. വിഷമിക്കാതെ. ദശരഥന് ശ്രീരാമനെന്ന പോലെ ആയിരിക്കും മാഡത്തിന് മകൻ ആനന്ദകൃഷ്ണനും. ആനന്ദിന് തിരിച്ചു അങ്ങനെ. സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുന്നവനല്ല എന്റെ മകനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഒരു കാലത്തും എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. അതെനിക്ക് നല്ല ഉറപ്പാ. നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മ എന്നെ ഇത്രയ്ക്ക് വിശ്വസിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ടാണോ ഈ കരച്ചിൽ? ഞാനും അഖില മേഡവും വലിയ രണ്ട് കണ്ണുകൾ പോലെയാണെന്നും രണ്ടുപേരെയും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നും വലിയ പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഇപ്പൊ ഞാൻ പറയാ, ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നാൽ ഒന്ന് ചോദിക്കപ്പോലും ചെയ്യാണ്ട് എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കണം വലിയ. അങ്ങനെയൊന്നും നിന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല കല്യാണി. നീ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ രണ്ട് കണ്ണുകളാ നീയും എന്റെ അമ്മയും. രണ്ട് കണ്ണുകളും എനിക്കുണ്ടാവണം. ഭാര്യയും അമ്മയും ഒരുപോലെ സങ്കടപ്പെടുത്താതെ സ്നേഹിക്കുന്നവനാ യഥാർത്ഥ പുരുഷൻ. സർവവിഘ്നം ചിതയാളൽ എന്ന് എഴുതി വെച്ചത് നോക്കുമ്പോ കല്യാണിയുടെ സർവകാര്യങ്ങൾക്കും നമ്മൾ വിഘ്നം ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. ഓ, അങ്ങനെയാണെങ്കിൽ ആ വിഘ്നം ഉണ്ടാക്കാനുള്ള ഉറവിടം കിട്ടണ്ടേ? അതൊന്നും നമ്മളെ തേടി വരുമൊന്നുമില്ല. നമ്മളെ തേടി ഇറങ്ങണം, കണ്ടെത്തണം. നമ്മൾ അതൊക്കെ എവിടെ പോയി തേടാനാ? ഗംഗേ, ഈ പ്രണയത്തിന് വിഘ്നം വരുത്താനുള്ള തെളിവുകൾ ഒന്നുകിൽ ആനന്ദിന്റെ മുറിയിലുണ്ടാവും, അല്ലെങ്കിൽ അടുക്കളക്കാരിയുടെ മുറിയിലുണ്ടാവും. അവരുടെ മുറികളിൽ നിന്നൊക്കെ നമ്മൾ അതൊക്കെ എങ്ങനെ തിരഞ്ഞെടുക്കും? അതിനല്ലേ പാതാളത്തിൽ വരെ നുഴഞ്ഞു കയറാൻ മിടുക്കുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഇവള്. അയ്യോ, ഞാനോ? നിനക്ക് അതിനൊക്കെയുള്ള കഴിവ് ജഗദീശ്വരൻ അറിഞ്ഞു തന്നിട്ടില്ലേ? നീ നേരെ ആനന്ദിന്റെ മുറിയിലേക്ക് ചെല്ലണം. അയ്യോ, ആനന്ദേട്ടന്റെ മുറിയിലേക്കോ? എനിക്ക് പേടിയാ. പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ ആരെങ്കിലും ആ മുറിക്കകത്ത് കയറിയാ ആനന്ദ് സംശയിക്കും. നീ ചെന്നാ സംശയിക്കില്ല.
നീ പതുക്കെ ഒരു കപ്പ് കാപ്പിയുമായി അവന്റെ മുറിയിലേക്ക് ചെല്ലണം. ഏ? എന്നിട്ട് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി സ്നേഹഭാവത്തിൽ നിൽക്കണം. ആ നിൽപ്പിൽ അവരെ കൊടുക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് കണ്ണുകൊണ്ട് പരതി കണ്ടുപിടിക്കണം. ജയന്തിക്ക് അത് പറ്റൂ. ഈ കാര്യത്തിൽ ജയന്തിയെ ജയിക്കാൻ വേറെ ഒരാളും ഇല്ല. അപ്പൊ ഞാൻ തന്നെ പോണോ അല്ലേ? പോണം പോണം, നീ തന്നെ പോണം. എന്നാ ശരിയേ, ചെല്ല. പോയി. കപ്പ എവിടെ പോയി പിന്നെ? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇവിടെ വെച്ചു. ഈ ചൂടുള്ള ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്റെ നിന്റെ രൂപം തരും. ചൂട് മാറുമ്പോ ഇതൊരു സാധാരണ പ്ലെയിൻ കപ്പായിട്ട് മാറും. ഈശ്വര, ഇത് വല്യൂഞ്ഞ് വാങ്ങിയ കപ്പാണല്ലോ. ഇതെങ്ങനെ ഇവിടെ? കല്യാണി, ഞങ്ങളിത് ഒഴിച്ചു കുടിച്ചോളാം. കല്യാണി പൊക്കോ. നമുക്ക് ആലോചിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ സാർ. എന്താ ഇത്? വല്യൂഞ്ഞ് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഫോൺ എടുക്കു വല്യൂഞ്ഞ്. കപ്പ് തണുക്കുമ്പോ ആ പടമായി. ഇതെവിടെയോ ഓർഡർ കൊടുത്ത് സ്പെഷ്യലായി ചെയ്യിപ്പിച്ചതാ. അടുക്കളക്കാരിക്ക് വേണ്ടി അവൻ ചെയ്യിപ്പിച്ചതാ. വളരെ നന്നായി. ഈ പ്രണയോപഹാരം വെച്ച് അടുക്കളക്കാരിക്ക് സർവവിഘ്നം ചിതയാളൻ. അവളുടെ ചിത ഉരുങ്ങാൻ പോകുന്നു. എന്താടി ഈ കാണിക്കുന്നേ? ആന്റി, കയ്യിലേക്ക് ദൈവം കൊണ്ടുവന്ന സാധനം താഴെയിട്ട് പൊട്ടിക്കാൻ നോക്കുന്നു. നിന്നെ കൊല്ലും ഞാൻ. വിട ആന്റി. ഈ
കപ്പ് വെച്ച് ആ അടുക്കളക്കാരിയെ കത്തിക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കും. വഴിയൊക്കെ ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. ഒക്കെ കാണിച്ചു തരാം. നിങ്ങൾ വാ. എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഗംഗേ, ഇത് കണ്ടോ? ഇത് വെറും ഒരു കപ്പല്ല. കപ്പല്ലേ? ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കപ്പൊന്നും അല്ല. ആ അടുക്കളക്കാരിയെ ഇല്ലാതാക്കാനുള്ള ഒരു ബ്രഹ്മാസ്ത്രം.